വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനസ്സിൽ ജനിക്കുന്നു. ദൈവവുമായി നിരന്തര സമ്പർക്കത്തിൽ ജീവിക്കുന്ന ചില വ്യക്തികൾ ദൈവിക അരൂപിയുടെ പ്രചോദനത്താൽ അവരുടെ മനസ്സിന്റെ ചോദനകൾ ചിലപ്പോൾ കവിതയായിട്ട്, സംഗീതമായിട്ട്, സങ്കീർത്തനങ്ങളായിട്ട് പുറത്ത് ആവിഷ്കരിക്കുന്ന അനുഭവങ്ങള് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയുടെ സങ്കീർത്തനം യോഹന്നാൻ മാംദാനയുടെ പിതാവായ സക്രിയാസിന്റേത് നമുക്ക് കാണാം. ഭക്തനായ ശ്ലേമോന്റെ കാണാം. ദൈവത്തിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തിന്റെ സങ്കീർത്തനം നമുക്ക് കാണാം. ഇന്നിതാ ആ മറിയത്തിന്റെ ഇളയമ്മയായ എലിസബത്തിന്റേതായിട്ടുള്ളൊരു സങ്കീർത്തനമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. മറിയം തന്റെ ഉള്ളിലുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയ നൈർമല്യത്തിന്റെ പ്രകാശനത്തിന്റെ ഫലമായി തന്റെ ഇളയമ്മയ്ക്ക് ദൈവം കാരുണ്യത്തോടുകൂടെ നൽകിയ അനുഗ്രഹത്തിലെ അഭിനന്ദിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് തിടുക്കത്തിൽ തന്നെ മൈലുകൾ താണ്ടി കുന്നിൻപുറത്ത് താമസിക്കുന്ന എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ആ മനസ്ഥിതിയുടെ ഒരു ആവിഷ്കാരമായിരുന്നു മറിയത്തെ സംബന്ധിച്ചുള്ള ആ യാത്ര. മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ തന്റെ ഉള്ളിലുള്ള വികാരവായ്പ് അറിയിക്കുകയാണ്, എലിസബത്തിനെ അഭിനന്ദിച്ചുകൊണ്ട്. മറിയത്തിന്റെ അഭിനന്ദനം ശ്രവിച്ച മാത്രയിൽ തന്നെ എലിസബത്ത് മറിയത്തിന്റെ ഹൃദയ നൈർമല്യവും നിഷ്കളങ്കതയും ഹൃദയത്തിന്റെ ആവിഷ്കാരത്തിന്റെ തനിമയും കണ്ട് വളരെ മതിപ്പോടും അഭിമാനബോധത്തോടും കൂടെ സന്തോഷവതിയായിട്ട് പുറത്ത് പ്രകാശിപ്പിക്കാൻ ഇടവന്ന കവിതയാണ് ഇന്നത്തെ സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. എലിസബത്ത് പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ ഉള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഹൃദയങ്ങളുടെ നൈർമല്യത്തിന്റെ കൂട്ടിമുട്ടലാണ് ഇവിടെ കാണുന്നത്. മറിയത്തിന്റെ ഹൃദയ നൈർമല്യം ഒരു ഭാഗത്ത്, എലിസബത്തിൻ്റെതായിട്ടുള്ള വക്രതയില്ലാത്ത ചിന്താരീതി മറ്റൊരു വശത്ത്. ഹൃദയ നൈർമല്യങ്ങള് പരസ്പരം തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ദൈവത്തിന്റെ രൂപി സ്വാഭാവികമായിട്ട് സന്നിധമാകുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് എലിസബത്തിന്റെ സങ്കീർത്തനത്തിൽ കൂടെ നാം വായിച്ചെടുക്കേണ്ടത്. മറിയത്തിന്റെ അഭിവാദനം എന്റെ കാതുകളിൽ മുഴങ്ങിയ അവസരത്തിൽ എന്റെ ഉദരത്തില് കിടക്കുന്ന ശിശു സന്തോഷാധിക്യത്താൽ കുതിച്ചു ചാടി എന്ന് എലിസബത്ത് പറയുമ്പോ ദൈവിക അരൂപിയുടെ സാന്നിധ്യമായിട്ടാണ് സഭ ഇന്ന് അതിനെ നോക്കിക്കാണുന്നത്. യോഹന്നാൻ മാംദാന ഉത്ഭവപാപരഹിതമാകാൻ ഇടവന്ന നിമിഷം ആയിട്ടാണ് അതിനെ സഭ നോക്കിക്കാണുന്നത്. അതാണ് ദൈവത്തിന്റെ അരൂപിയുടെ സാന്നിധ്യം. ഹൃദയത്തിന്റെ നൈർമല്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കണ്ടുമുട്ടലിന്റെ ഇടയിലാണ് ദൈവം സംജാതമാകുന്നത്. യേശു അന്യത്ര സുവിശേഷങ്ങളിൽ കൂടെ പ്രതിപാദിക്കുന്ന ആ
വാക്യങ്ങളുടെ പ്രസക്തി കൂടുതൽ വ്യക്തമാകുന്നത് ഇവിടെയാണ്. നിങ്ങളിൽ ആരെങ്കിലും 2 or 3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്ന വാക്യത്തിന്റെ അർത്ഥം ഇവിടെ നമുക്ക് കണ്ടെത്തണം. ഈ 2 or 3 പേരുടെ മനസ്സ് നൈർമല്യമുള്ളതാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ, ആ നിഷ്കളങ്കമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടുമുട്ടുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിന്റെ ധ്വനി. വക്രതയ്ക്കും ഗൂഢാലോചനയ്ക്കും വേണ്ടി 2 or 3 പേർ ഒന്നിച്ചു കൂടുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരും എന്നല്ല യേശു പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രാധാന്യം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രകാശനമായിട്ട് നാം കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മലയാള സാഹിത്യത്തിലെ ഒരു കവിത കൂടുതൽ പ്രസക്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ടത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ മരിക്കുന്നു. എത്രയോ അർത്ഥപൂർണമായിട്ടുള്ളൊരു കവിതാ ശകലമാണത്. അത് സാഹിത്യ ഭംഗിയോടുകൂടെ അതിനെ സംഗീതം കൊടുത്തുകൊണ്ട് ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനമായിട്ട് തീർന്നിരിക്കുന്നു. സത്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ചുരുക്കൂട്ടുന്ന നമ്മൾ, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ സജ്ജീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ അനുഭവങ്ങളിലെ സംജാതമാകണമെന്ന് വരികില് നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെ തോതനുസരിച്ച് ദൈവത്തിന്റെ പുത്രനെ ജനിക്കാൻ ഇടവരുള്ളൂ എന്നുള്ള സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം ഗ്രഹിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യം എന്ന് നമുക്ക് ധരിക്കാം.